ഓപ്പറേഷൻ തൂഫാനിൽ കുടുങ്ങി കോൺഗ്രസ് പ്രവർത്തകർ. പെരുമ്പാവൂർ സ്വദേശി സലാം, ഹുസൈൻ, അബ്ബാസ് എന്നിവരാണ് 130 ഗ്രാം MDMA-യുമായി കാസർഗോഡ് നിന്ന് പിടിയിലായിരിക്കുന്നത്. പ്രതികളുടെ സമൂഹ മാധ്യമ അക്കൌണ്ടുകളിൽ മുഖ്യമന്ത്രിയുടെ ഒപ്പമുള്ള വീഡിയോകളും ഇന്ന് നടത്തിയ പരിശോധനയിലാണ് 3 പേരെ 130 ഗ്രാം MDMA-യുമായി കാസർഗോഡ് ചന്ദേര പോലീസ് പിടികൂടിയത്. പെരുമ്പാവൂർ അറക്കപ്പടി സ്വദേശികളും കോൺഗ്രസിന്റെ പ്രവർത്തകരും ഒപ്പം തന്നെ യൂത്ത് കോൺഗ്രസിന്റെ ബൂത്ത് തലത്തിലെ ഭാരവാഹിയുമായ ആളുകളാണ് പിടിയിലായിരിക്കുന്നത്. അതിൽ പെരുമ്പാവൂർ സ്വദേശിയായ TA അബ്ദുൾ സലാം, KH മുഹമ്മദ് ഹുസൈൻ, ഒപ്പം തന്നെ PA അബ്ബാസ് എന്നിവരാണ് പിടിയിലായിരിക്കുന്നത്. ഇതിൽ മുഹമ്മദ് ഹുസൈൻ യൂത്ത് കോൺഗ്രസിന്റെ ബൂത്ത് തലത്തിലെ ഭാരവാഹി കൂടിയാണ് എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. ഒപ്പം തന്നെ ഇവരുടെ സമൂഹ മാധ്യമ അക്കൗണ്ടുകളിലാണ് മുഖ്യമന്ത്രിയുടെ വീട്ടിലെത്തിയതിന്റെ ദൃശ്യങ്ങളും ഒപ്പം തന്നെ ഈ പ്രതികളിൽ അബ്ദുൾ സലാമിന്റെ വീട്ടിലേക്ക് മുഖ്യമന്ത്രി VD സതീശൻ എത്തിയതിന്റെ ദൃശ്യങ്ങളും പുറത്തു വന്നിരിക്കുന്നത്. ഒപ്പം തന്നെ വ്യവസായ മന്ത്രി PK കുഞ്ഞാലിക്കുട്ടിക്കൊപ്പം നിയമസഭാ മന്ദിരത്തിലടക്കം ഇവർ നിൽക്കുന്നതും ഇവരുടെ സമൂഹ മാധ്യമ അക്കൗണ്ടുകളിലുള്ള ദൃശ്യങ്ങളിലുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ഗുരുതരമായ ഒരു സാഹചര്യം. ഒപ്പം തന്നെ 130 ഗ്രാം MDMA എന്ന് പറയുമ്പോൾ വലിയ അളവിലുള്ള MDMA-യുമായാണ് ഇവർ പിടിയിലായിരിക്കുന്നത്. ഇവർ ബാംഗ്ലൂരിൽ നിന്ന് പെരുമ്പാവൂരിലേക്കുള്ള യാത്രയിലായിരുന്നു എന്നുള്ളതാണ് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ. അങ്ങനെ പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് മംഗലാപുരം കഴിഞ്ഞതിന് ശേഷം കാസർഗോഡ് ചന്ദേര പോലീസ് സ്റ്റേഷൻ പരിധിയിലേക്ക് എത്തുമ്പോൾ ഇവരുടെ വാഹനം പരിശോധിക്കുന്നതും വാഹനത്തിൽ നിന്ന് 130 ഗ്രാം MDMA പിടികൂടുകയും ചെയ്തത്. അപ്പോൾ ഇത് അവരുടെ ആദ്യത്തെ കേസല്ല എന്ന് കൂടിയുള്ള ഒരു സംശയം ഇവിടെ ഉദിക്കുന്നുണ്ട്. അത് മാത്രമല്ല, യൂത്ത് കോൺഗ്രസ് ഭാരവാഹി ഇതിനു മുമ്പ് VD സതീശൻ പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ അവരുടെ വീടുകളിൽ സന്ദർശനം നടത്തിയെന്ന് പറയുമ്പോൾ അത് ചെറിയൊരു ബന്ധമല്ല എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട്, അല്ലേ റാഫ്? തീർച്ചയായും ഈ സമൂഹ മാധ്യമങ്ങളിലടക്കം ഈ മുഖ്യമന്ത്രിക്കൊപ്പം മന്ത്രിമാർക്കൊപ്പമുള്ള ദൃശ്യങ്ങൾ പ്രചരിപ്പിക്കുന്നതിലൂടെ ഏതെങ്കിലും തരത്തിൽ ഇവരുടെ ഇടപാടുകളിലേക്ക് ഇവരെ കൂടി സ്വാധീനിപ്പിക്കാനുള്ള ശ്രമങ്ങൾ, അതായത് ഇവരുടെ ഇത്തരത്തിലുള്ള ഈ ബന്ധങ്ങൾ കൂടി ഉപയോഗിക്കാനുള്ള ശ്രമങ്ങൾ നടന്നിട്ടുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഒപ്പം തന്നെ ഇത്തരത്തിൽ സമൂഹ മാധ്യമങ്ങളിലൂടെ മുഖ്യമന്ത്രിയുടെ ഒപ്പം വ്യവസായ മന്ത്രിയുടെ ഒപ്പമുള്ള ദൃശ്യങ്ങൾ പ്രചരിപ്പിക്കുന്നതിലൂടെ ഈ ഉദ്യോഗസ്ഥരെ അടക്കം സ്വാധീനിക്കാനുള്ള ശ്രമങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ദുർവിനിയോഗത്തിനുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ടോ എന്നുള്ളതാണ് പ്രധാനമായും പരിശോധിക്കപ്പെടേണ്ടത്. ഓപ്പറേഷൻ തൂഫാൻ അങ്ങനെ മുന്നോട്ട് പൊക്കോണ്ടേയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ സ്വന്തം പാളയത്തിലെ ആൾക്കാർ ഇപ്പോൾ കുടുങ്ങിയിരിക്കുന്ന സമയത്ത് എങ്ങനെയായിരിക്കും ഇത് കോൺഗ്രസ് അല്ലെങ്കിൽ ആഭ്യന്തരമന്ത്രി ഡീൽ ചെയ്യാൻ വേണ്ടി പോകുന്നത് എന്ന് വരും ദിവസങ്ങളിൽ നമുക്ക് കണ്ടറിയാം.